നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഏതുമാവട്ടെ, എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. ന്യൂസിലാൻഡിലെ പ്രവാസ ജീവിതത്തിലും കുട്ടികൾ പറഞ്ഞു എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ. ന്യൂസിലൻഡിലെ സാംസ്കാരിക കൂട്ടായ്മയായ വായനക്കൂട്ടം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രസംഗ മത്സരമാണ് ശ്രദ്ധേയമായത്. പ്രവാസ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ മൺമറഞ്ഞു പോയ ധീരദേശാഭിമാനികളെ കുറിച്ച് പറയുന്നത് വഴി കുട്ടികൾ രാജ്യസ്നേഹം വളർത്തുവാനും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെ സാംസ്കാരിക കൂട്ടായ്മയായ വായനക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. നിരവധി കുട്ടികൾ പങ്കെടുത്ത ഈ മത്സരത്തിൽ വിജയികളായവർക്ക് പ്ലിമൌത്ത് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചാക്കോ സമ്മാന വിതരണം ചെയ്തു. വായനക്കൂട്ടം ഭാരവാഹി ജോബിൻ ജോർ അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ഡിയോൺ ജോ രാജീവ്, 2ാം സമ്മാനം നേടിയ ലിയ മരിയ തോമസ്, 3ാം സമ്മാനം നേടിയ ആൻ ഇവാനിയ, പ്രോത്സാഹന സമ്മാനം നേടിയ അബിറോൺ ജോൺ ആൻഡ്രൂ, ഇവാനിയ മരിയ തോമസ് എന്നിവർക്ക് സമ്മാന വിതരണം നടത്തി. അസോസിയേഷൻ ഭാരവാഹികളായ സോണിയ ജോൺ, ജോഷ്നി ആൻഡ്രൂ, വായനക്കൂട്ടം കോഓർഡിനേറ്റർമാരായ ജോർജ്, രേഖ ദിനു, സിഫി എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്നതാണ്. ഞാൻ വളരെ കുറച്ചു കാലമേ ഇന്ത്യയിൽ കേരളം എന്ന സംസ്ഥാനത്തിൽ താമസിച്ചിട്ടുള്ളൂ. എൻ്റെ അമ്മ ഒരു പാട്ട് തന്നെ കേരളത്തെ കുറിച്ചു എനിക്ക് പാടി തന്നിട്ടുണ്ട്. കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. എത്ര നല്ല വരികളാണിത്. അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞ് കുഞ്ഞുനാൾ മുതൽ ഞാൻ ഇന്ത്യയെക്കുറിച്ചും എന്റെ നാടായ കേരളത്തെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കാലടി.